നാട്ടിലെത്തി പിറ്റേ ദിവസം തന്നെ അച്ഛനുമായിട്ട് ഞാൻ കുറച്ച് ക്ഷേത്ര ദർശനത്തിനായിട്ട് ഇറങ്ങി. ഇങ്ങനെ ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത് ഏറ്റുമാനൂരപ്പൻ്റെ നടയിലാണ്. അങ്ങനെ രാവിലെ ഒരു 7-7:30 ആയപ്പോഴത്തേക്കും ഞാനും അച്ഛനും കൂടെ ഏറ്റുമാനൂർ അമ്പലത്തിലെത്തി. ആദ്യം തന്നെ ഞങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നേരെ അമ്പലക്കുളം കാണാനായിട്ട് ഇറങ്ങി. അതിനുശേഷം നേരെ ക്ഷേത്രത്തിൻ്റെ പിന്നിലേക്ക് എത്തി. കാരണം എന്താണെന്നറിയുമോ? ഇവിടെ നന്ദികേശനുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നന്ദികേശൻ. അങ്ങനെ നന്ദികേശനെ പോയി കണ്ടിട്ട് വീണ്ടും ക്ഷേത്രത്തിലൂടെ വലം വയ്ക്കാൻ തുടങ്ങി. നല്ല മഴയുണ്ടായിരുന്നു വരുന്നതിന് തൊട്ട് മുമ്പ് വരെ. അത് കഴിഞ്ഞിട്ട് നേരെ തൊട്ടടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കും പോയി. അവിടെ നിന്നും തൊഴുതിറങ്ങി ഞങ്ങളത് ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്നും പോവുകയാണ്. ഇനി മറ്റൊരു അമ്പലത്തിലേക്ക് പോകാനുണ്ട്. അത് വേറെങ്ങുമല്ല, നമ്മുടെ കുറവലങ്ങാടുള്ള അരുവിക്കൽ അമ്പലത്തിലേക്കാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഒരു അമ്പലമാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലത്തിന് സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് ആ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതാണത് അമ്പലത്തിൻ്റെ മുൻവശം. ഞങ്ങൾ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം മഴ പെയ്തിരുന്നു. ആ മഴയൊക്കെ കഴിഞ്ഞുള്ള കാഴ്ചയാണിത്. നല്ല തണുപ്പുണ്ടായിരുന്നു. കാണാൻ തന്നെ കണ്ടില്ല, നല്ല ഭംഗിയാണ്. വളരെ മനസ്സിനും ശരീരത്തിനും കുളിര് തരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് ഞാനും അച്ഛനും കുറേ സമയം അവിടെ ചെലവഴിച്ചു. ഇതാണ് താഴെ എന്നുള്ള കാഴ്ച. നല്ല മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാവും. അതുപോലെ തന്നെ കുളിക്കാനും ഒരുപാട് ആൾക്കാർ വരും. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. അവർ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. ഞാനും അച്ഛനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ സമയം അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടു. ഇതൊന്നും എപ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചയല്ലല്ലോ. പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് കുറേ സമയം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ പയ്യെ പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇങ്ങനെ തിരിച്ച് വണ്ടി ഇട്ടിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പിൻവശത്താണ്. അതുകൊണ്ട് വീണ്ടും അമ്പലത്തിനുള്ളിൽ കൂടെ കയറി വേണം നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകാനായിട്ട്. പിന്നെ ഇത് തിരിച്ച് അമ്പലത്തിലേക്ക് പോകുന്ന വഴി ഒരുപാട് മത്സ്യത്തിനെ കണ്ടു. അച്ഛൻ അത് നോക്കിയാണ് പോകുന്നത് കേട്ടോ. അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്കും വലിയ തിരക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നല്ലപോലെ തിരക്ക് ഏറി വരുന്നുണ്ട്. ഈ മീനൊക്കെ ഓടിക്കളിക്കണ കണ്ടല്ലേ. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൊതി തീർന്നില്ല. പക്ഷേ പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാനും അച്ഛനോടെ പയ്യെ വണ്ടിയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ ആ കാണുന്ന വെള്ള കളർ ആൾട്ടാണ് നമ്മുടെ വണ്ടി. അത് കഴിഞ്ഞ് അമ്പലത്തിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് നല്ല ചൂട് പരിപ്പ് വടയും ഒരു ചായ അങ്ങോട്ട് കുടിച്ചു. നല്ല മഴയും തണുപ്പുള്ള കാലാവസ്ഥയായതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഇറച്ചിയൊക്കെ മേടിക്കാനായിട്ട് നേരെ കുറവലങ്ങാടുള്ള ഒരു കടയിലെത്തി. രണ്ടാനിക്കൽ എന്നാണ് ഈ കടയുടെ പേര്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ 24 മണിക്കൂറും എല്ലാ ദിവസവും ഈ കട ഓപ്പണാണ്. അതുകൊണ്ട് എപ്പോൾ വന്നാലും നമുക്ക് മീനാകട്ടെ, കോഴിയാവട്ടെ, ഇറച്ചിയാവട്ടെ എല്ലാം കിട്ടും. അതിനുശേഷം ഒരു കാപ്പി കൂടിയും പാസ്സാക്കി. ബൈ.